ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗോളുകൾ കൃത്യമായി സെറ്റ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അറിവുകൾ അത് വെറുമൊരു അറിവുകൾ മാത്രമായി ചുരുക്കാതെ നിങ്ങളുടെ ജീവിതം ആ അറിവുകൾ കൊണ്ട് ഉയരങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ 2 ദിവസത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യത്തെ പോലെയല്ല ഇപ്പോൾ. നമുക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് വ്യക്തമായ ക്ലിയറായ പല മേഖലയിൽ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നമ്മൾ എഴുതിയും വെച്ചിട്ടുണ്ട്. ഇനി ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, ചില ശീലങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മൾ ഇത്രയും നാൾ ജീവിച്ചത് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഉണ്ടാക്കിയെടുത്ത ശീലങ്ങളാലും ചിന്തകളാലുമാണ്. ആ ശീലങ്ങൾ കൊണ്ട്, ആ ജീവിത രീതി കൊണ്ട്, ആ ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നില്ലെങ്കിൽ പിന്നെയും നമ്മൾ ആ ശീലം കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരു അർത്ഥവുമില്ല. നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് സിറ്റുവേഷനിലാണോ എത്തി നിൽക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാനും നമ്മുടെ കയ്യിൽ പൈസയില്ലേ? നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലേ? സ്നേഹിക്കാൻ ആളില്ലേ? നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലേ? ഈ സിറ്റുവേഷനിൽ നമ്മൾ എത്തിച്ചത് നമ്മൾ പിന്തുടർന്നു പോന്നിരുന്ന ശീലങ്ങളും ചിന്തകളും ജീവിത രീതിയുമാണ്. ഇനിയും അതേ സിറ്റുവേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ചിന്തകളും ശീലങ്ങളും പിന്തുടരാം. എനിക്കെൻ്റെ ജീവിതത്തിൽ വിജയിക്കണം, എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, എൻ്റെ ജീവിതം എപ്പോഴും സന്തോഷമായിരിക്കണം, മരിക്കുന്നതിന് മുമ്പ് കുറച്ച് ആളുകളെങ്കിലും എന്നെ തിരിച്ചറിയണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചിന്തകളും ശീലങ്ങളും ജീവിത രീതിയും മാറ്റേണ്ട സമയമായി. നിങ്ങളുടെ ഇപ്പോഴുള്ള ശീലങ്ങൾ മാറ്റി പുതിയ ശീലങ്ങൾ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ആദ്യത്തെ കുറച്ച് നാളുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യുമ്പോഴുള്ള ആ സന്തോഷത്തിൻ്റെ അളവ് കൂടുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊരുമിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ചിന്തകളും ശീലങ്ങളും പതിയെ കെട്ടിപ്പടുക്കാം. അതിൻ്റെ ആദ്യപടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ശക്തമായ ഒരു ശീലമാണ് ദൃശ്യവൽക്കരണം. ദൃശ്യവൽക്കരണം വെറുമൊരു ദിവാസ്വപ്നം മാത്രമല്ല, നമ്മുടെ ലക്ഷ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും വ്യക്തമായ വിശദമായ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ ഭാവനയെ ഉപയോഗിക്കുന്ന ഒരു സജീവ പ്രക്രിയയാണ്. നമ്മുടെ മനസ്സിൽ നമ്മുടെ വിജയത്തിനായി ഒരു ബ്ലൂ പ്രിൻ്റ് സൃഷ്ടിക്കുന്നത് പോലെയാണ് ഇത്. ദൃശ്യവൽക്കരണം നമ്മുടെ ഉപബോധ മനസ്സിൽ സർഗാത്മകത ശക്തികളെ സജീവമാക്കുന്നു. നമ്മുടെ ലക്ഷ്യങ്ങൾ ദൃശ്യവൽക്കരിക്കുന്നതിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഫലപുഷ്ടമായ മണ്ണിൽ നമ്മൾ വിജയത്തിൻ്റെ വിത്തുകൾ നട്ടുപിടിപ്പിക്കുകയാണ്. നമുക്ക് എങ്ങനെ ദൃശ്യവൽക്കരണം നടത്താം? ഇതിനായി നിങ്ങൾ ഒരു ശാന്തമായ സ്ഥലം കണ്ടെത്തുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് വിശ്രമിക്കാൻ കുറച്ച് ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. കുറച്ചു നേരം ശ്വാസത്തിൽ മാത്രം ശ്രദ്ധയെ കൊണ്ടുവരിക. നിങ്ങളുടെ മനസ്സും ശരീരവും ശാന്തമായി എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾ നടന്നതായി ഒരു സിനിമ കാണുന്നത് പോലെ കാണുക. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉൾപ്പെടുത്തി ഫീൽ ചെയ്ത് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നത് കാണുക. അവസാനം നിങ്ങളുടെ ഗോൾ വിജയകരമായി പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിഷ്വലൈസേഷൻ എന്നത് വെറുമൊരു ആഗ്രഹമല്ല, വിവിധ മേഖലകളിൽ വിജയിച്ച ആളുകൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രപരമായ ശീലമാണിത്. ഈ വിഷ്വലൈസേഷൻ ടെക്നിക്കുകൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ വിജയത്തിന് നിങ്ങൾ വേദിയൊരുക്കുകയാണ്. ഓർക്കുക, മനസ്സിൽ എന്തെല്ലാം വിഭാവനം ചെയ്യാൻ കഴിയും അത് നേടാനും കഴിയും. അതിനാൽ ദൃശ്യവൽക്കരിക്കാൻ ആരംഭിക്കുക. നമുക്ക് നമ്മുടെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണം. ഇനി ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ ഒറ്റയടിക്ക് നമ്മുടെ ഗോളുകൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ മൈൻഡിലേക്ക് പല ചിന്തകളും കടന്നു വരും. അതുകൊണ്ട് വിഷ്വലൈസേഷൻ വിജയകരമായി ചെയ്യണമെങ്കിൽ സ്റ്റെപ്പായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്.
അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് ഇന്നു മുതൽ ഇനി അടുത്ത ക്ലാസ് വരെ നിങ്ങൾ രാവിലെയും രാത്രിയും ചെയ്യേണ്ട കാര്യം 20 മിനിറ്റ് നേരം കണ്ണടച്ച് ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വരും. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ 20 മിനിറ്റ് നേരം കണ്ണടച്ച് ശാന്തമായി ഇരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ മനസ്സിലേക്ക് പല ചിന്തകളും വന്നോട്ടെ, അതൊന്നും ഒരു കുഴപ്പവുമില്ല. 20 മിനിറ്റിന് മുമ്പ് നിങ്ങൾ കണ്ണുകൾ തുറക്കരുത്. നിങ്ങളൊരു പുതിയ ശീലം തുടങ്ങുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്ന് ഇത്രയും മതി, നാളെ നമുക്ക് 20 മിനിറ്റ് ഇരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചൊറിയുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. മനസ്സ് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ പല മാർഗങ്ങളും നോക്കും. അതൊന്നും കാര്യമാക്കണ്ട. ആ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ണ് തുറക്കാവൂ. രണ്ടാമത്തെ ടാസ്ക് അഫർമേഷൻ. രാവിലെ എണീറ്റ ഉടനെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇനി പറയാൻ പോകുന്ന അഫർമേഷനും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അഫർമേഷനും കൂടി ഒരുമിച്ച് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ വളരെ സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. കാരണം എന്നിലേക്ക് വലിയ അളവിൽ പല മാർഗങ്ങളിലൂടെ നിരന്തരമായി പണം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2 അഫർമേഷനുകളായി. ഈ 2 അഫർമേഷനുകളും 10 വീതം എഴുതുകയും പറയുകയും വേണം. നമ്മുടെ അഫർമേഷനുകൾ നമുക്ക് ടൈം കിട്ടുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാം. 3 നമ്മൾ സെറ്റ് ചെയ്ത നമ്മുടെ ഗോളുകൾ, അത് രാവിലെയും രാത്രിയും 3 വട്ടം വായിക്കുക. എല്ലാവരും നമ്മുടെ ടാസ്കുകൾ ചെയ്യുകയും അതിനുശേഷം കമൻറ്റ് ബോക്സിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യുകയും വേണം. നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണും വരെ പോസിറ്റീവായി സന്തോഷത്തോടെ ഇരിക്കുക.